നമസ്കാരം. അയ്യപ്പന്റെ സ്വർണം മാത്രമല്ല, അയ്യപ്പന്റെ ഉപദേവതകളുടെ സമീപത്തുള്ള പ്രതിഷ്ഠകളുടെ, അതിന്റെ ശ്രീകോവിലുകളുടെ ഒക്കെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്നുള്ള ചില സൂചനകൾ വരുന്നു. അതായത് പ്രധാന ശ്രീകോവിലല്ലാതെ ഉപദേവതകളുടേതടക്കമുള്ള ശ്രീകോവിലുകളും അല്ലെങ്കിൽ അത് സ്വർണം മേഞ്ഞതുമായ കാര്യങ്ങളും സ്വർണം ചേർത്ത് സൃഷ്ടിച്ചതുമായ കാര്യങ്ങളൊക്കെ തന്നെ അടിച്ചുകൊണ്ടുപോയി. നമ്മളിപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട ശ്രീ ധർമ്മശാസ്താവിന്റെ ശ്രീകോവിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ഇപ്പോൾ ഈ അന്വേഷണമൊക്കെ നടക്കുന്നത്. പക്ഷേ മാളികപ്പുറം, അങ്ങനെ നാഗദേവതകൾ, അങ്ങനെ പല ഉപദേവതകളുണ്ട്. അപ്പം അവിടെയൊക്കെ തന്നെ ധാരാളം സ്വർണം സംഭാവനയായി കിട്ടിയിരുന്നു. അതൊക്കെ എവിടെ പോയി? 2009 സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഇപ്പം 2011 മുതലൊക്കെയാണ് സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധം തുടങ്ങിയത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. പക്ഷേ 2009 ശബരിമലയിൽ ഈ ഒരു ഇടപെടൽ, സ്മാർട്ട് ക്രിയേഷൻസും സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട ഇടപെടൽ നടന്നു എന്നുള്ള ഇവരുടെ 2009 ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ്. സ്വർണം പൂശലിന്റെ പേരിൽ കൂടുതൽ സ്വർണ്ണക്കൊള്ള നടന്നോ എന്നതിലാണ് ഇപ്പോൾ സംശയം ബലപ്പെടുന്നത്. ഉപക്ഷേത്രങ്ങളിൽ നടന്ന സ്വർണം പൂശലിന്റെ മോഷണം നടന്നു എന്ന് സംശയിക്കുന്നു. അതായത് കന്നിമൂല ഗണപതി, നാഗരാജാവ്, മാളികപ്പുറം എന്നീ ഉപക്ഷേത്രങ്ങളിൽ സ്വർണം പൂശിയതായി സ്മാർട്ട് ക്രിയേഷൻസ് അവകാശവാദം ഉന്നയിച്ചത് സംബന്ധിച്ച് ഉള്ള ഫേസ്ബുക്ക് പോസ്റ്റ് 2009 ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി കേസിൽ പ്രതിയായതോടെയാണ് സംശയം ഇരട്ടിച്ചത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ സ്വർണം പൂശിയത് 2019 സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ചായിരുന്നു. എന്നാൽ 2009 മുതൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന് ശബരിമലയുമായി ബന്ധമുണ്ടായിരുന്നു. 2011 ഏപ്രിൽ 6 സ്മാർട്ട് ക്രിയേഷൻസ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ഇപ്പോൾ വഴിത്തിരിവായിരിക്കുന്നത്. ശബരിമലയിൽ സ്വർണം പൂശലുമായി തങ്ങൾ സഹകരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു പോസ്റ്റ്. 2011 പോസ്റ്റ് വന്നത്. 2009 മുതൽ തന്നെ സ്മാർട്ട് ക്രിയേഷൻസുമായി ശബരിമല സ്വർണം പൂശലിന് ബന്ധമുണ്ട്, ആ കമ്പനിക്ക് ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിവായിരിക്കുന്നത്. അപ്പം സ്വർണം പലയിടത്തുനിന്നും പല രീതിയിൽ ചുമന്നുകൊണ്ട് പോയിട്ടുണ്ടോ? എവിടെ നിന്നൊക്കെ ചിരണ്ടി മാറ്റിയിട്ടുണ്ട്? ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ഇതിന് നേതൃത്വം നൽകിയത്? ദേവസ്വം ബോർഡിലെ മറ്റ് ആൾക്കാർക്ക്, ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റിനും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ ഇതിൽ എന്താണ് പങ്ക്? കന്നിമൂല ഗണപതി ക്ഷേത്രം, നാഗരാജ, മാളികപ്പുറത്തമ്മ ഉപക്ഷേത്രങ്ങൾ, ഇതിന്റെയൊക്കെ മേൽക്കൂര സ്വർണം പൂശിയിരുന്നു എന്ന് 2011 പോസ്റ്റിൽ വ്യക്തമായി തന്നെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് അവകാശപ്പെടുന്നു. ഒരു മാസം കൊണ്ട് പണി പൂർത്തിയാക്കി. 98 വിജയ് മല്യ ശബരിമലയിലെ പ്രധാന ശ്രീകോവിലടക്കം 9 ഇടങ്ങളിൽ സ്വർണം പൊതിഞ്ഞു. അതിന് രേഖകളുണ്ട്. കന്നിമൂല ഗണപതിയുടെ മേൽക്കൂരയിലെ കലശവും നാഗരാജ ക്ഷേത്രത്തിലെ കലശവും മല്യ സ്വർണം പൊതിഞ്ഞവയിൽ ഉൾപ്പെടുന്നു. ആ താഴികക്കുടത്തിന്റെ കലശം അന്ന് 5 കലശങ്ങളിലായി 1154.93 ഗ്രാം, അതായത് 144 പവൻ ഏകദേശം സ്വർണം മല്യ പൊതിഞ്ഞതായിട്ടാണ് രേഖകൾ. 2009 സ്മാർട്ട് ക്രിയേഷൻസ് സന്നിധാനത്തെ ഇതേ ക്ഷേത്രങ്ങളിൽ സ്വർണം പൊതിഞ്ഞു എങ്കിൽ ഈ കലശങ്ങൾ എന്തു ചെയ്തു? ഈ സ്വർണ്ണ കലശങ്ങൾ എന്ത് ചെയ്തു? എങ്ങോട്ട് മോഷ്ടിച്ചു കൊണ്ടുപോയി? ആര് മോഷ്ടിച്ചു കൊണ്ടുപോയി? അപ്പം പിടിച്ചതിലും വലുതാണ് അളയിലുള്ളത് എന്ന് പറയുന്ന പോലെ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രദേശങ്ങളിലെയും അല്ലെങ്കിൽ എല്ലാ ചെറുക്ഷേത്രങ്ങളിലെയും സന്നിധാനത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ, നാഗരാജാവ്, അതുപോലെ മാളികപ്പുറത്തമ്മ, കന്നിമൂല ഗണപതി തുടങ്ങിയ ആ പ്രദേശങ്ങളിലെ ഉപദേവതകളുടെ ഒക്കെ തന്നെ മേൽക്കൂരയും സ്വർണ്ണ കലശവും അടക്കം ഇവിടെ 2009 2011 ഒക്കെ തന്നെ സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട് 98 വിജയ് മല്യ ഈ ഒരു കാര്യങ്ങൾ നൽകുന്നത്, സംഭാവനയായി സ്വർണം നൽകുന്നത്. അപ്പം എന്തൊക്കെയാണ് വാരിക്കൊണ്ടുപോയത്? എത്ര പവൻ, എത്ര കിലോ സ്വർണം ആരൊക്കെ അടിച്ചുകൊണ്ടുപോയി? സത്യം പറഞ്ഞാൽ ഇതുകൂടി അന്വേഷണ പരിധിയിലേക്ക് ഉടൻ കൊണ്ടുവരേണ്ടതാണ്, അടിയന്തരമായി കൊണ്ടുവരേണ്ടതാണ്. ഈ പ്രധാനപ്പെട്ട ശ്രീകോവിൽ കേന്ദ്രീകരിച്ച് മാത്രമല്ല, ഇത്തരം ഉപദേവതാ കേന്ദ്രങ്ങൾ കൂടി കേന്ദ്രീകരിച്ച് അന്വേഷണം തീർച്ചയായിട്ടും നടത്തേണ്ടതാണ്. സ്വർണം കട്ടവനാരപ്പ, സഖാക്കളാണെ അയ്യപ്പ എന്ന് നമ്മളിനി പാടുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം പോയി, എല്ലാം കൂട്ടും.